നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമരമ്പലം പഞ്ചായത്ത് TK കോളനിയിൽ 3 ദിവസത്തിനിടെ വീണ്ടും പുലി ഇറങ്ങി. ഇത്തവണ ഇറങ്ങിയ പുലി പുന്നത്താനത്ത് സോമന്റെ ആടിനെ കൊന്ന ശേഷം 3 മണിക്കൂറോളം ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ചു. പ്രദേശവാസികളുടെ പരാതിയെ ഉന്നത ഉദ്യോഗസ്ഥർ അവഗണിച്ചതായി ആക്ഷേപം. 4 വർഷത്തെ പരാതിക്ക് പരിഹാരമായില്ല. ഒരു തുള്ളി വെള്ളം പോലും നൽകാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം. കാളികാവിലെ താളിക്കുഴി പട്ടികജാതി കോളനിക്കാരാണ് പരാതിക്കാർ. പുതിയ കിണറിന് സ്ഥലം നൽകി പഴയ കിണർ മൂടിയ ദളിത് കുടുംബങ്ങളാണ് വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമായി. ചടങ്ങിനോടനുബന്ധിച്ചുള്ള നിലമ്പൂർ ബാലൻ നാടകോത്സവങ്ങൾക്കാണ് തുടക്കമായത്. ആദ്യ ദിനം തിരുവനന്തപുരം സോപാനം തിയേറ്റേഴ്സിന്റെ സ്വപ്നമാലിക അരങ്ങേറി. വാർത്തകൾ വിശദമായി. TK കോളനിയിൽ വീണ്ടും പുലി ഇറങ്ങി ഒരാടിനെ കൂടി കൊന്നു. 3 ദിവസത്തിനിടെ 2ാം തവണയാണ് ഈ മേഖലയിൽ പുലി ഇറങ്ങുന്നത്. ഇന്നലെ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. TK കോളനി മത്തായിച്ചോലയ്ക്ക് സമീപം താമസിക്കുന്ന പുന്നത്താനത്ത് സോമന്റെ 2.5 വയസ്സ് പ്രായവും 2 മാസം ഗർഭിണിയുമായ ആടിനെയാണ് പുലി കൊന്നത്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച ആട്ടിൻകൂട്ടിൽ രാത്രി 2:30ഓടെ ആടുകൾ കരയുന്ന ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ ആടിൻകൂട് പൊളിച്ച് ആടിന്റെ കഴുത്തിൽ കടിച്ചോടുന്ന പുലിയെയാണ് കണ്ടത്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത തോട്ടിൽ ആടിനെയും അതിനെ കെട്ടിയിരുന്ന പലകയും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് വീട്ടുകാരും പരിസരവാസികളും 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തി. പിന്നീട് പുലർച്ചെ 5 മണിയോടുകൂടി തോട്ടത്തിൽ നിന്ന് ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് ടോർച്ചടിച്ച വീട്ടുകാരായ അഭിലാഷും സഹോദരൻ അജേഷും 5 അടിയോളം നീളം വരുന്ന പുള്ളിപ്പുലിയെയാണ് കണ്ടത്. 3 ദിവസത്തിനിടയിൽ പുലിയുടെ 2ാമത്തെ ആക്രമണമാണിത്. ഈ കഴിഞ്ഞ 31-ാം തീയതി കൊരളിയാടൻ അലവിയുടെ കൂട്ടിൽ കിടന്ന ആടിനെയും പുലി ആക്രമിച്ച് ഭക്ഷിച്ചിരുന്നു. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ M മോഹൻദാസ്, ഫോറസ്റ്റർ നാരായണൻ, ഗാർഡുമാരായ NN സതീശൻ, M അബ്ദുൽ ഹമീദ്, P രാജേഷ്, വിപിൻ, വാർഡ് മെമ്പർ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അവർ തന്നെ സോമന്റെ വീട്ടിലെ ആട് ചത്തുവെന്ന് അറിഞ്ഞു. അതിനപ്പോൾ തന്നെ DFOനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ആര്യാട് മുഹമ്മദായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം അലവിയാക്കാൻ്റെ ആടിനെ കൊണ്ടുപോയി. ഇതൊരു തുടർച്ചയാണ്. വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആണെങ്കിലും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഏത് നിലയ്ക്കുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. TK കോളനിയിൽ പുലി ഇറങ്ങിയ സംഭവം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിന്റെയും സുരക്ഷ മാനിച്ച് പുലിയെ കൊടുക്കാൻ കൂടുവെക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. മലയോര മേഖലയായ TK കോളനിയിൽ ഏകദേശം 3 മാസത്തോളമായി പുലിശല്യം ആരംഭിച്ചത്. ഇതിനു മുൻപ് ആനശല്യമായിരുന്നു മേഖലയിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇവിടെ ഇതുവരെ കൃഷിക്ക് മാത്രമേ നാശം സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ ആനകളുടെ കലി കുറഞ്ഞു തുടങ്ങി മാസങ്ങൾ പിന്നിട്ടപ്പോൾ പുലിയുടെ സാന്നിധ്യം മലയോര നിവാസികൾ അറിഞ്ഞു തുടങ്ങിയതോടെ ഇവിടുത്തുകാർക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭീതിയാണ്. ഇതോടെ ഇവിടുത്തെ പ്രധാന വരുമാന മേഖലയായ റബ്ബർ കൃഷിക്ക് പുലർച്ചെ സമയങ്ങളിൽ ടാപ്പിംഗ് ജോലിക്കോ മറ്റ് കൂലിവേലകൾക്കോ ആരും എത്താറില്ലെന്നും കർഷകർ പറയുന്നു. ആനകൾ വന്നിരുന്ന കാലത്ത് കൃഷി നടത്താനും പുലി വന്നതോടെ ഉള്ള കൃഷി ഉപകാരപ്രദമാക്കുവാനും കഴിയാത്തതോടെ ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ തന്നെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഇതോടെ മേഖലയിൽ പുലിക്കൂട് സ്ഥാപിച്ച് മേഖലയിലെ വളർത്തുമൃഗങ്ങൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായിട്ടുള്ള പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പോയാൽ മൃഗങ്ങളുടെ ജീവൻ മാത്രമല്ല ജനങ്ങളുടെയും പിഞ്ചുമക്കളുടെയും ജീവൻ വരെ അപകടത്തിലാകുമെന്ന് ഗ്രാമവാസിയായ പുത്തൻപുരക്കൽ റോയ് പറഞ്ഞു. ഫോണിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ ഓഫീസ് ഉപരോധിച്ചോളൂ എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നതെന്നും റോയ് കൂട്ടിച്ചേർത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്നും വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ പുലിയെ പിടിക്കുവാൻ വയനാട്ടിൽ നിന്ന് കൂട് കൊണ്ടുവരുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഇത് ഈ വീട്ടിലിപ്പോൾ 2ാമത്തെ തവണയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ 1 മാസത്തിന് മുമ്പേ ഇവിടെ വന്നിരുന്നു സജീവമായിട്ട് പുലി. ആ സമയത്ത് നമ്മളത് കൂട് വയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പിന്നെ 1 മാസമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. ഇപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ 2 പ്രാവശ്യം ഇപ്പോൾ 2ാമത്തെ ആടിനെ ഇപ്പോൾ പിടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉന്നതമായ അധികാരികളോട് ബന്ധപ്പെട്ടിട്ട് കൂട് വയ്ക്കാനുള്ള സംവിധാനം തന്നെ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ DFO ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ DFO മുത്തങ്ങ വൈൽഡ് ലൈഫ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് മുകളിൽ കിട്ടിയ
വിവരങ്ങൾ. നിലമ്പൂർ ഗവൺമെന്റ് ITI കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചു. ശിലാസ്ഥാപനം കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. കാളികാവ് പഞ്ചായത്തിലെ താളിക്കുഴി പട്ടികജാതി കോളനി കുടിവെള്ള പദ്ധതി 4 വർഷത്തിലധികമായിട്ടും ഒരു തുള്ളി വെള്ളം ചുരത്തിയില്ല. കിണറിനായി സ്ഥലം നൽകി നിലവിലെ കിണർ മൂടിയതിനാൽ ദളിത് കുടുംബങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ പ്രദേശമായിരുന്നു താളിക്കുഴി കോളനി. 28 പട്ടികജാതി കുടുംബങ്ങളുടെയും ഏതാനും ജനറൽ കുടുംബങ്ങളുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നടപ്പാക്കിയ പദ്ധതിക്ക് വേണ്ടി 2 ഘട്ടങ്ങളിലായി 5 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. വൈദ്യുതി കണക്ഷൻ നൽകാത്തതാണ് പദ്ധതി മുടങ്ങാനിടയായത്. കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പമ്പ് പ്രവർത്തിക്കുന്നതിന് 3 ഫേസ് ലൈനും പ്രത്യേകം വരിച്ചിട്ടുണ്ട്. കിണറിന് സമീപം പമ്പ് ഹൌസും മോട്ടോർ പമ്പും സ്ഥാപിച്ചിട്ടുണ്ട്. കോളനിയിലെ വീടുകളിൽ പൈപ്പ് ലൈൻ വരിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പമ്പ് ഹൌസിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങിയിട്ടുണ്ട്. കോളനികളിലെ ടാപ്പുകളും കേടുവന്നു തുടങ്ങി. 5000 ലിറ്റർ സ്ഥാപിത ശേഷിയുള്ള 2 PVC ടാങ്കുകളും പൊരിവെയിലിൽ തകരാറിലായി. പദ്ധതിക്ക് വേണ്ടി സ്ഥലം നൽകിയാൽ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട എന്നും സ്ഥലത്തിന് പണം നൽകുമെന്നും പറഞ്ഞിരുന്നതായി കോളനിക്കാർ പറയുന്നു. CD അടയ്ക്കുന്നതിനും വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിനും പ്രത്യേകം പിരിവെടുക്കണമെന്നും പറഞ്ഞാണ് പദ്ധതി നിർമ്മാണം തുടങ്ങിയതെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് പറഞ്ഞു. എന്നാൽ പിരിവെടുത്ത് പൈസ അടച്ച് വെള്ളം വേണ്ടെന്ന നിലപാടാണ് കോളനി നിവാസികൾക്കെന്നും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമ സിറാജിനോട് പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി കണക്ഷനു വേണ്ടി പഞ്ചായത്ത് 15,000 രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടൻ പ്രവൃത്തി തുടങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആലിപ്പറ്റ ജമീല പറഞ്ഞു. കോളനിയിലെ കുടിവെള്ള പദ്ധതി ഉടൻ ശരിയാക്കാമെന്ന് എല്ലാ ഗ്രാമസഭകളിലും പഞ്ചായത്ത് ഭരണക്കാർ പറയാറുണ്ടെന്നും എന്നാൽ 4 വർഷമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ചുരത്തിയിട്ടില്ലെന്നും കോളനിക്കാർ പറയുന്നു. 5 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിക്ക് വേണ്ടി പകുതി പണം കൂടി ചെലവഴിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. പദ്ധതിയിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ള വാദത്തിനും കോളനിക്കാർക്ക് ചില സംശയങ്ങളുണ്ട്. പിന്നെ 3 ഫേസ് ലൈൻ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് വലിച്ചത് എന്ന സംശയവും ബാക്കിയാകുന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച പദ്ധതി പൂർത്തിയാകാതെ വീണ്ടും ഫണ്ട് അനുവദിക്കുന്നത് വീണ്ടും തട്ടിപ്പ് നടത്തുവാനാണെന്ന് ആരോപണമുയർന്നു. FC ഫണ്ട് ഉപയോഗിച്ച് 4 വർഷം പിന്നിട്ടിട്ടും കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.